അസ്സലാമു ഇത് സൽമാനെ, നമ്മളൊരു 3 കൊല്ലം മുമ്പ് 2012 ഈ പ്രശ്നങ്ങൾ വന്നപ്പോ ഒറ്റപ്പാലത്ത് ഒരാളിന് വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒന്ന് വരണം, നമുക്കൊരു വിഷയം സംസാരിക്കാനാണ്, ഒരാൾ വേറെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ കയ്യും വീശിച്ചു ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു റൂമില് ക്യാമറ, അതേപോലെ സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ, റെക്കോർഡിങ്ങിനുള്ള സൗകര്യം, സംവാദമാണ് നടക്കാൻ പോണത്. അങ്ങനെ സംഗതി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ ക്ഷണിച്ച ആള് സ്റ്റേജിൽ വേദിയിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ ആയബാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംവാദം നടക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് വിഷയം പൊതുലോക്കുമ്പോൾ അവതരിപ്പിക്കും, പിന്നെ മറ്റ് 10 മിനിറ്റ് ഇന്ന ആൾ അവതരിപ്പിക്കും, ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരം വിശദീകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനിപ്പോ സംവാദത്തിന് വന്നതല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇറങ്ങിപ്പോരാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംസാരം തുടങ്ങി. 3 മണിക്കൂറോളം ആ ചർച്ച നടന്നു. 3 മണിക്കൂർ നടന്ന ചർച്ചയില് 1 മിനിറ്റും കുറച്ച് സെക്കൻഡും അതില് ഞാൻ ആയത്ത് ഓതിയപ്പോ തെറ്റിപ്പോയതാണ് ആ വിഷയം. ഞാനതിൽ കൃത്യമായ മറുപടിയും കൃത്യമായ വിശദീകരണം കൊടുത്തിട്ട് അന്ന് ആ വിവാദം ഉണ്ടായപ്പോ ക്ലിപ്പ് വിശദീകരണം കൊടുത്തതാണ്. അത് 2-3 സ്ഥലത്ത് ഓടിയപ്പോ ആ വിവാദം നിൽക്കും ചെയ്തു. അനീഫ് കായക്കൊടിയും ഷുക്കൂറും അനസ് മുസ്ലിയാരുമാണ് അത് കൊണ്ടു നടന്നിരുന്നത്. ആ ക്ലിപ്പ് ഇപ്പൊ എന്റെ കയ്യിലില്ല. അപ്പൊ സംഭവം എന്താ വെച്ചാല്, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആയത്ത് കട്ടുമുറിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ ജിന്നിന്റെ വിഷയമല്ല പറഞ്ഞത്, പ്രാർത്ഥന എന്താണെന്ന് പറയണം. എപ്പോഴാണ് ഒരു സംഗതി, എന്താണ് ഹയ്യാകുക, എന്താണ് ഹാദിർ, എന്താണ് ഖാദിർ എന്ന് മാത്രം അവിടെ വിശദീകരിച്ചതാണ്. എന്താണ് അപ്പൊ കാരണം ഈ സദസ്സിരിക്കുന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഈ ഹയ്യ് ഹാദിർ ഖാദിർ എന്ന് പറയേണ്ടത് എന്താണ്? ഈ ഹയ്യും ഹാദിറും ഖാദിറും പ്രാർത്ഥനയായിട്ട് ഇതിനെന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോ ഹാദിർ എന്ന് പറഞ്ഞ അടുത്തുള്ള ആളാണ്, അതിന്റെ ഓപ്പോസിറ്റാണ് ഗായിബ്. അപ്പോ യുദ്ധാവുനമി മക്കാനിൻ ഒരായത്തുണ്ടല്ലോ. അപ്പൊ ഞാനവിടെ യുനാദോനാന്ന് ഓടിപ്പോയി. അപ്പൊ തെറ്റുപറ്റിയാണ്. എന്റെ കയ്യിൽ കടലാസുമില്ല, പുസ്തകം മുസാഫുമില്ല, ഒന്നുമില്ല, കൈമിശി പോയതാണ്. സംവാദം 3 മണിക്കൂർ നടക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആയത്തോതിയപ്പോ തെറ്റി. അതാണ് അതിലത്തെ ഒരു വിഷയം. പിന്നെ നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കിയതുമല്ല, മറിച്ച് എന്താണ് ഹയ്യ്, എന്താണ് ഹാദിർ, എന്താണ് ഖാദിർ എന്ന് ചോദിച്ചപ്പോ ദൂരമുള്ള ആളുകൾ കേൾക്കൂല, അപ്പൊ അവര് ഗായിബാണ്, ഹാദിർ ആണെങ്കിൽ കേൾക്കും എന്ന് പറയാൻ വേണ്ടി ആയത്തോതിയാണ്. അതേപോലെ ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആള്, കഴിവില്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഈച്ച തട്ടിയെടുത്താൽ തിരിച്ചു പിടിക്കാൻ കഴിയൂല എന്ന് നോക്കിയല്ലോ. അപ്പൊ ആയത്തിലും ഇപ്പൊ തെറ്റി. എന്റെ കയ്യിലാണെന്ന് ഞാൻ സാധാരണ എന്തിനും നോട്ടും ആയത്തൊക്കെ എഴുതിയിട്ടാ പോയാല് അന്ന് സംവാദത്തിന് പോയതല്ല. അപ്പൊ അതാണ് സംഭവിച്ചത്. ആ 3 മണിക്കൂർ സംവാദം നടന്നിട്ട് ഈ 1 മിനിറ്റിൽ ആയത്ത് തെറ്റിയതല്ലാണ്ട് അവർക്ക് അതിൽ നിന്ന് വേർന്നെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കാരണം അത്രത്തോളം നമുക്ക് വിജയകരമായി മാറിയ സംവാദമായിരുന്നു അത്. നിങ്ങൾ യൂട്യൂബിൽ ഒറ്റപ്പാലം സംവാദം എന്ന് അടിച്ചു നോക്കിയാൽ ഇൻഷാ അല്ലാഹ് അത് കിട്ടും. അസ്സലാമു അലൈക്കും.